പോൾ മാനേജറിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഈ പ്രസൻറ്റേഷൻ. പോൾ മാനേജർ ആപ്ലിക്കേഷൻ NIC ഡെവലപ്പ് ചെയ്തതാണ്. എൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. പോൾ മാനേജർ ആപ്ലിക്കേഷൻ പോളിംഗ് ഡേയ്ക്കും പ്രീ പോൾ ഡേയ്ക്കും ആക്ടിവിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടി പോളിംഗ് ഒഫീഷ്യൽസ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്പ് ഉപയോഗിച്ച് ഹാസിൽ ഫ്രീ ആയിട്ട്, അക്യുറേറ്റ് ആയിട്ട്, ക്വിക്കായിട്ടുള്ള അവർലി വോട്ടർ ടേൺ ഔട്ട് ഡാറ്റ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പ്രീ പോൾ ഡേയും പോൾ ഡേയുടെയും ഓൺലൈൻ റിപ്പോർട്ടിംഗ്, കോണ്ടാക്ട് സെർച്ച് ഫെസിലിറ്റി, മെസ്സേജ് ബ്രോഡ്കാസ്റ്റ്, SOS മെസ്സേജ് ഫീച്ചേഴ്സാണ് പോൾ മാനേജറിൻ്റെ പ്രത്യേകത. പോൾ മാനേജർ ആപ്ലിക്കേഷൻ്റെ യൂസേഴ്സ് സെക്ടോറൽ ഓഫീസേഴ്സ്, പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ആൻഡ് ഫസ്റ്റ് പോളിംഗ് ഓഫീസേഴ്സാണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്: പോൾ മാനേജർ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് 3 ദിവസം മുൻപ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ പോൾ മാനേജർ ആപ്ലിക്കേഷൻ്റെ യൂസേഴ്സ് സെക്ടോറൽ ഓഫീസേഴ്സ്, പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, ഫസ്റ്റ് പോളിംഗ് ഓഫീസേഴ്സാണ്. ഇതിൻ്റെ ആക്ടിവിറ്റീസ് പ്രീ പോൾ ഡേയ്ക്കും പോൾ ഡേയ്ക്കും ആണ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ളത്. ഒരു ലോഗിനാണ് ഒരു പോളിംഗ് സ്റ്റേഷനുള്ളത്. മൊത്തം 21 ക്വസ്റ്റ്യൻ ആണ്. അതിൽ 2 ക്വസ്റ്റ്യൻ പ്രീ പോൾ ഡേയ്ക്കും 19 ക്വസ്റ്റ്യൻ പോൾ ഡേയ്ക്കും ആൻസർ ചെയ്യേണ്ടതാണ്. ഓരോ ഇവൻറ്റിൻ്റെയും 10 മിനിറ്റിനാവും. ഇവൻറ്റ് കംപ്ലീഷൻ്റെ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. പർപ്പസ് ഓഫ് ദി ആപ്ലിക്കേഷൻ: ഇത് പ്രീ പോൾ ഡേയും പോൾ ഡേയിലെ അവർലി സ്റ്റാറ്റസ് പോൾ മാനേജർ സിസ്റ്റത്തിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. യൂസർ ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യേണ്ടതാണ്. ഇതിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ ഡ്രോപ്പ് ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്ത നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. 6 ഡിജിറ്റ് OTP അതിൽ ലഭിക്കുന്നതാണ് SMS വഴി. അതുപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും iOS ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. യൂസർ ഹൈറാർക്കി: സെക്ടോറൽ ഓഫീസറിൻ്റെ അണ്ടറിൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സും ഫസ്റ്റ് പോളിംഗ് ഓഫീസേഴ്സും വരുന്നതാണ്. യൂസർ റോൾസ്: സെക്ടോറൽ ഓഫീസേഴ്സ് പോളിംഗ് സ്റ്റേഷൻ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാൻ, വെരിഫൈ ചെയ്യാനും റിപ്പോർട്ടിംഗ് ചെയ്യാനും സെക്ടറൽ ഓഫീസർ ആണ് അത് ചെയ്യുന്നത്. SOS മെസ്സേജസ്, അലേർട്ട്സ് ഒക്കെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതിന് നടപടിയും സെക്ടറൽ ഓഫീസർ എടുക്കേണ്ടതാണ്. അവർലി അപ്ഡേറ്റ്സും ഡാറ്റ ആക്യുറസിയും എല്ലാ ബൂത്തിൽ നിന്നും സെക്ടറൽ ഓഫീസറിന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. സെക്ടറൽ ഓഫീസർ ഒരു ലിങ്ക് പോളിംഗ് സ്റ്റേഷനും റിട്ടേണിംഗ് ഓഫീസറിനും ഇടയ്ക്ക് ഒരു ലിങ്കായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. പ്രിസൈഡിംഗ് ഓഫീസറും ഫസ്റ്റ് പോളിംഗ് ഓഫീസറിൻ്റെ റോൾസ്: സബ്മിറ്റ് അവർലി വോട്ടർ ടേൺ ഔട്ട് ഡാറ്റ ആപ്ലിക്കേഷനിൽ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. SOS അലേർട്ട്സ് അല്ലെങ്കിൽ മെസ്സേജസ് എന്തെങ്കിലും ടെക്നിക്കലോ എമർജൻസി ഇഷ്യൂവിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഡേറ്റ എൻട്രിയും അക്യുറേറ്റ് ആയിട്ടും ടൈംലി ആയിട്ടും പോളിംഗ് ഡേയുടെ അത് ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ പോൾ ക്ലോഷറും ഫൈനൽ റിപ്പോർട്ട് സബ്മിഷനും പ്രിസൈഡിംഗ് ഓഫീസർ ചെയ്യേണ്ടതാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ആപ്പ് സെലക്ട് ചെയ്ത് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യേണ്ടതാണ്. മൊബൈൽ നമ്പർ ഇൻവാലിഡ് എന്ന് കാണിച്ചാൽ ARO അല്ലെങ്കിൽ സെക്ടറൽ ഓഫീസറിനെ ഇൻഫോം ചെയ്തിട്ട് മൊബൈൽ നമ്പർ ഇലക്ഷൻ ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP SMS ആയിട്ട് ലഭിക്കും. ആ OTP
ഉപയോഗിച്ച് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യൂസറിൻ്റെ ആ പ്രിസൈഡിങ് ഓഫീസറിൻ്റെ ബൂത്ത് അല്ലെങ്കിൽ സെക്ടറൽ ഓഫീസറിൻ്റെ അണ്ടറിലുള്ള വാർഡ്സ് ഡിസ്പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് ആപ്പിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൊത്തം 21 ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, പോൾ പാർട്ടി ഡിപ്പാർട്ടഡ് ഫ്രം ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 2, ഓൾ ഇൻ പൊസിഷൻ. ഈ രണ്ടും പ്രീ പോൾ ഡേയിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, മോക്ക് പോൾ കണ്ടക്റ്റഡ്. ക്വസ്റ്റ്യൻ നമ്പർ 4, മോക്ക് പോൾ ക്ലിയർഡ്. ക്വസ്റ്റ്യൻ നമ്പർ 5, പോൾ സ്റ്റാർട്ടഡ്. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 6, അപ്ഡേറ്റ് പോളിംഗ് സ്റ്റാറ്റസ് അപ് ടു 8 AM. അങ്ങനെ അവർലി ഡാറ്റ 6 PM വരെ എൻ്റർ ചെയ്യേണ്ടതാണ്. ഇത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 17, അപ്ഡേറ്റ് നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇൻ ദ ക്യൂ അറ്റ് 6 PM. ക്വസ്റ്റ്യൻ നമ്പർ 18, അപ്ഡേറ്റ് പോളിംഗ് സ്റ്റാറ്റസ് ഓൺ ക്ലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 19, പോൾ ക്ലോസ്ഡ്. ക്വസ്റ്റ്യൻ നമ്പർ 20, ക്ലോസ് ടൈം. ക്വസ്റ്റ്യൻ നമ്പർ 21, പോൾ പാർട്ടി റീച്ച്ഡ് കളക്ഷൻ സെൻറ്റർ. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഇൻസ്ട്രക്ഷൻസ് ഫോർ സെക്ടോറൽ ഓഫീസേഴ്സ്. ഓൺ ഓർ ബിഫോർ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞ് അതിൽ ആപ്പിൽ ബൂത്ത്സ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ AROനെ ഇൻഫോം ചെയ്യുക. ഓൺ പ്രീ പോൾ ഡേ ആപ്പ് PROയുടെ അല്ലെങ്കിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസറിൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ അസിസ്റ്റൻസ് എടുക്കുക. ബൂത്ത് PROയുടെ അല്ലെങ്കിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസറിൻ്റെ ആപ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടെന്ന് വെരിഫൈ ചെയ്യുക. അതുകൂടാതെ PRO അല്ലെങ്കിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസറിന് ക്വസ്റ്റ്യൻ 1 ആൻസർ ചെയ്യാൻ ബൂത്തിലേക്ക് പാർട്ടി മൂവ് ചെയ്യുമ്പോൾ അത് ആൻസർ ചെയ്യാൻ പറയുക. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 2 9 PM മുമ്പേ ആൻസർ ചെയ്യാൻ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഹയർ അതോറിറ്റീസിനെ അറിയിക്കുക. ഓൺ പോൾ ഡേ സെക്ടറൽ ഓഫീസർ മേക്ക് ഷുവർ ചെയ്യണം ക്വസ്റ്റ്യൻ നമ്പർ 3 to 5 അത് ആൻസർ ചെയ്തെന്ന്. എന്തെങ്കിലും ഡിലേ അല്ലെങ്കിൽ മൊബൈൽ കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ PRO പ്രിസൈഡിങ് ഓഫീസറുമായിട്ട് എൻക്വയറി ചെയ്തിട്ട് സെക്ടറൽ ഓഫീസറിൻ്റെ മൊബൈലിൽ കൂടെ അത് അപ്ഡേറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 6 to 16 അത് റെഗുലർലി വെരിഫൈ ചെയ്യുക. അതുകൂടാതെ അപ്ഡേറ്റും ചെയ്യുക. അവർലി വോട്ട്സ് ആയിട്ടുള്ള വോട്ട്സ് ഡാറ്റ എൻട്രി ക്യുമുലേറ്റീവ് ടോട്ടലാണ് ഓരോ അവർക്കും ഓരോ അവറിലും. അപ്പം ഡാറ്റ എൻ്റർ ചെയ്യേണ്ടത് 8 AM ഡാറ്റ, 9 AM ഡാറ്റ, 10 AM ഡാറ്റ അത് സീക്വൻഷ്യലി ആയിട്ട് എൻ്റർ ചെയ്യണം. 9 AM ഡാറ്റ 8 AM ഡാറ്റേനെക്കാട്ടും മുകളിലായിരിക്കണം, 10 AM ഡാറ്റേനെക്കാട്ടും കുറവായിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 17 to 20 ബൂത്തിൽ വെച്ച് തന്നെ എൻ്റർ ചെയ്യുവാനും, ക്വസ്റ്റ്യൻ നമ്പർ 21 കളക്ഷൻ സെൻറ്ററിൽ എത്തിയിട്ട് എൻ്റർ ചെയ്യുവാനും ശ്രമിക്കണം. എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ സെക്ടറൽ ഓഫീസറിൻ്റെ മൊബൈലിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇൻസ്ട്രക്ഷൻസ് ഫോർ പ്രിസൈഡിങ് ഓഫീസേഴ്സ് ആൻഡ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. ഓൺ ഓർ ബിഫോർ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓൺ പ്രീ പോൾ ഡേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം എടുക്കുക. പോൾ മാനേജർ ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ OTP എൻ്റർ ചെയ്യുക. ബൂത്ത് ആപ്ലിക്കേഷനിൽ ഡിസ്പ്ലേ ചെയ്തത്
ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സെക്ടർ ഓഫീസറിനെയോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസറിനെയോ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1 പാർട്ടി പോളിംഗ് സ്റ്റേഷനിലേക്ക് മൂവ് ചെയ്യുമ്പം ആൻസർ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 2 പോളിംഗ് സ്റ്റേഷനിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസർ ചെയ്യുക. SOS ബട്ടൺ എന്തെങ്കിലും പോൾ ഇൻ്ററപ്ഷൻസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക. ഓൺ പോൾ ഡേ പ്രിസൈഡിംഗ് ഓഫീസർ മേക്ക് ഷുവർ ചെയ്യണം ക്വസ്റ്റ്യൻ നമ്പർ 3 to 5 ആൻസർ ചെയ്തിട്ടുണ്ടെന്ന്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് സെക്ടറൽ ഓഫീസറിനെ ഇൻഫോം ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 6 to 16 എല്ലാ അവറിലും അപ്ഡേറ്റ് ചെയ്യുക. അവർലി വോട്ട്സ് പോൾഡ് മസ്റ്റ് ബി ക്യുമുലേറ്റീവായ ടോട്ടലാണ് ടിൽ ദാറ്റ് അവർ എൻ്റർ ചെയ്യേണ്ടത്. ഡേറ്റ ഷുഡ് ബി എൻറ്റേർഡ് 8 AM, 9 AM, 10 AM സീക്വൻഷ്യലി. 9 AM ഡേറ്റ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 8 AM. അതായത് 9 AM ഡേറ്റ 8 AM കൂടുതലായിരിക്കണം. അതുകൂടാതെ 10 AM ഡേറ്റേനെക്കാട്ടും കുറവായിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 17 to 20 പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് തന്നെ എൻ്റർ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 21 അപ്ഡേറ്റ് ചെയ്യേണ്ടത് കളക്ഷൻ സെൻറ്ററിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ സെക്ടറൽ ഓഫീസറിനെ ഇൻഫോം ചെയ്തിട്ട് സെക്ടറൽ ഓഫീസറിൻ്റെ മൊബൈലിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ കാണുന്നത് സെക്ടറൽ ഓഫീസറിൻ്റെ ഡാഷ്ബോർഡാണ്. ടോപ്പ് ലെഫ്റ്റിലെ മെനു ഉപയോഗിച്ച് അത് വ്യൂ ചെയ്യാവുന്നതാണ്. ആ മെനുവിൽ വ്യൂ കമ്മ്യൂണിക്കേഷൻ പ്ലാന്, റിഫ്രഷ് ബട്ടൺ, ലോഗ് ഔട്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുകൂടാതെ സെക്ടറൽ ഓഫീസറിൻ്റെ ഡാഷ്ബോർഡിൽ സെക്ടറൽ ഓഫീസിൻ്റെ അണ്ടറിൽ വരുന്ന വാർഡിൻ്റെ ഡീറ്റെയിൽസ്, വാർഡിൻ്റെ ഇൻഫർമേഷൻ, ക്വസ്റ്റ്യൻസ് കാണാവുന്നതാണ്. ഇത് പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെ ലോഗിൻ സ്ക്രീൻഷോട്ട്സ് ആണ്. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതിൽ പേരും ഡെസിഗ്നേഷനും വാർഡ് ഡീറ്റെയിൽസും കാണാവുന്നതാണ്. SOS ഫീച്ചേഴ്സിൽ ടോപ്പ് റൈറ്റ് ഹാൻഡ് കോർണറിൽ SOS ബട്ടണുണ്ട്. അതിൽ എന്തെങ്കിലും പോൾ ഇൻ്ററപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇത് പ്രീ പോൾ ഡേ ക്വസ്റ്റ്യൻസ് ആണ്. Question number 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17 and 18 ക്വസ്റ്റ്യൻ ആണ്. പോൾ ഡേയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 17 update status of voters in queue at 6 PM. Question number 18 update polling status on close. The question number 19, 20 and 21 ആണ്. Question number 21 കളക്ഷൻ സെൻറ്ററിൽ റീച്ച് ചെയ്തിട്ട് ആൻസർ ചെയ്യേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പർപ്പസ് ഓഫ് പോൾ മാനേജർ ആപ്ലിക്കേഷൻ. ഇതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ പ്രീ പോൾ ഡേയിലും പോൾ ഡേയിലെ അവർലി സ്റ്റാറ്റസ്, വോട്ടർ സ്റ്റാറ്റസ് പോൾ മാനേജർ സിസ്റ്റമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ്. യൂസറിന് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. റിയൽ ടൈം മോണിറ്ററിംഗ്, SOS എമർജൻസി ഫീച്ചർ, സ്റ്റാറ്റസ് മോണിറ്ററിംഗ്, എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ, സെൻട്രലൈസ്ഡ് ഇൻഫർമേഷൻ ആക്സസ് ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഈ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും റിസീവ്ഡ് OTPയും ആവശ്യമാണ്.
ഈ ആപ്ലിക്കേഷൻ സെക്ടറൽ ഓഫീസേഴ്സ്, പ്രിസൈഡിംഗ് ഓഫീസേഴ്സും ഫസ്റ്റ് പോളിംഗ് ഓഫീസേഴ്സും യൂസ് ചെയ്യുന്നതാണ്. എമർജൻസി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഫീച്ചറാണ് SOS ഫീച്ചർ. എമർജൻസീസ് ആയ ലോ ആൻഡ് ഓർഡർ, ബാലറ്റ് യൂണിറ്റ് എറർ, കൺട്രോൾ യൂണിറ്റ് എറർ, പവർ ഫെയിലിയർ, VVPAT ഫെയിലിയർ ഒക്കെ ഈ ഓപ്ഷൻ വെച്ച് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇൻകറക്റ്റ് ഡാറ്റ എൻറ്റേർഡ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യനിലേക്ക് പുറകിലേക്കോ മുമ്പിലേക്കോ മൂവ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിനനുസരിച്ചുള്ള ഡേറ്റയും എൻറ്റർ ചെയ്യാൻ സാധിക്കും. ടോപ്പ് ലെഫ്റ്റിലെ മെനു ക്ലിക്ക് ചെയ്തിട്ട് റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡാഷ്ബോർഡിലെ ഡാറ്റ അപ്ഡേറ്റ് ആകുന്നതാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ പ്ലാനും ഈ മെനുവിൽ കൂടെ തന്നെ അവൈലബിൾ ആണ്.